ഓം സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ആദരണീയരായ എല്ലാ സനാതനധർമ്മ വിശ്വാസികളെയും ഭാരതീയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി, അതായത് ചതയ ദിനം, ജാതിഭേദമന്യേ മുഴുവൻ ഹിന്ദുക്കളും ആചരിക്കേണ്ടതാണെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. കാരണം ജഗദ്ഗുരുവായ ഗുരുദേവന്റെ ദർശനങ്ങളും അതുപോലെ അദ്ദേഹത്തിൻ്റെ കൃതികളും ആഴത്തിൽ പഠിക്കുവാനും അത് കാലഘട്ടത്തിൽ ഇന്ന് മദ്യത്തിന്, മയക്കുമരുന്നിന് ഒക്കെ അടിമകളായി വഴിതെറ്റിപ്പോകുന്ന യുവതലമുറയ്ക്ക് അതൊക്കെ ഒരു മാർഗദർശിയായി മാറും എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇവിടെ ഗുരുദേവ ദർശനം നമുക്ക് ആഴത്തിൽ പഠിക്കേണ്ടതാണ്. ഭാരതത്തിൻ്റെ ഈശ്വര ദർശനം തന്നെ ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായ ഭൗതിക ജീവിതക്രമമാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ അനേകം ദർശനങ്ങൾ ഇവിടെ രൂപം കൊണ്ടു. ദ്വൈതം, അദ്വൈതം, വിശിഷ്ടാദ്വൈതം, സാഖ്യം, ചർവാകം, അനേകം ദർശനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രചാരമായത് അദ്വൈത ദർശനമായിരുന്നു. ഈ അദ്വൈതത്തിൻ്റെ ഉപജ്ഞാതാവ് ശ്രീ ശങ്കരാചാര്യ സ്വാമികളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ശങ്കരാചാര്യർ പറഞ്ഞു, ശ്ലോകാർത്ഥേന പ്രവശ്യാമി യദുക്തം ഗ്രന്ഥകോടിഭി ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവനാപര. കോടി ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള ശാശ്വത സത്യത്തെ കേവലം ഒരു ശ്ലോകാർത്ഥം കൊണ്ട്, ഒരു ശ്ലോകത്തിന് 4 പാദങ്ങളുണ്ട്, ശ്ലോകാർത്ഥം എന്ന് പറയുന്നത് 2 പാദങ്ങളാണ്. ഒരു ശ്ലോകാർത്ഥം കൊണ്ട് ഞാൻ വിവക്ഷിക്കുകയാണ്. ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവന അപര. ബ്രഹ്മം മാത്രമാണ് സത്യം, ജഗത്ത് മിഥ്യയാണ്. ജീവൻ എന്ന് പറയുന്നത് ബ്രഹ്മമാണ്, മറ്റൊന്നല്ല. അപ്പോൾ ഈ ദർശനം ഇവിടെ ശങ്കരാചാര്യർ പറഞ്ഞു, ബ്രഹ്മം തന്നെ ജഗതാകാരേണ പ്രകാശിക്കുന്നത് കൊണ്ടാണ് ജഗത്തിൽ സത്യബുദ്ധി നമുക്ക് തോന്നുന്നത്. ഈ രഹസ്യമാണ് യുഗപ്രഭാവനായ ഗുരുദേവനും പറഞ്ഞത്. ശ്രീ ശങ്കരാചാര്യരുടെ മതം തന്നെയാണ് നമ്മുടേതും. അത് ഗുരുദേവൻ തൻ്റെ കൃതിയായ അദ്വൈത ദീപികയിൽ എടുത്തു പറഞ്ഞു. വിശ്വം വിവേകദിശയെങ്കലഴിഞ്ഞു സർവം അസ്വസ്ഥമാകിലും അതിന്ദ്രിയ ദൃശ്യമാകും. സത്യത്തിലില്ല ഉലകം സകലം വിവേകവിധ്വസ്തമായി പിറകും വിലസുന്നു മുൻപോൽ. വിശ്വം വിവേകദിശയിൽ അഴിയും. അതായത് തൻ്റെ ഉള്ളിൽ ആ ഒരു വിവേകം ഉദിക്കുമ്പോൾ, അഥവാ വെളിവ് ഉണ്ടാകുമ്പോൾ, ഹരിനാമകീർത്തനത്തിൽ നമ്മൾ പറയാറുണ്ട്, ബലമില്ലയാതെ മമവശമാക്കൊലാസപതി മലപാത്രമായ തടി പല നാളിരുത്തിയുടൻ അളവില്ലയാതെ വെളിവകമേയുതിപ്പതിന് കളയായിക കാലം ഇനി നാരായണായ നമ. അളവില്ലാതെ വെളിവുണ്ടാവണം. എന്താണ് വെളിവ്? ഗുരുവിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ, ഗുരുവിൻ്റെ ശൈലിയിൽ തന്നെ പറഞ്ഞാൽ, അന്നേരം ഒരു 10,000 ആദിത്യന്മാർ ഒന്നിച്ച് കിഴക്കുതിച്ചുയരുന്നത് പോലെ വരും വിവേകബുദ്ധി. ഈ വിവേകബുദ്ധിയാണ്
ഇവിടെ വെളിവ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വിവേക ദിശയിൽ നമുക്കറിയാം 3 കാലത്തിലും ഈ ലോകം ഇല്ലാത്തതാണെന്ന് നമുക്ക് ബോധ്യം വരുമെന്നാണ്. പിന്നെ ഇതെല്ലാം നമ്മുടെ തോന്നൽ മാത്രമാണ്. ഇതാണ് ഗുരുദർശനവും. ഗുരുവിനെ ആഴത്തിൽ പഠിക്കുവാൻ, ഗുരുവിനെ മനസ്സിലാക്കുവാൻ ആർക്ക് കഴിയും ഭഗവാനെ? ഒരു യോഗിയെ മനസ്സിലാക്കണമെങ്കിൽ അതുപോലൊരു യോഗിക്ക് മാത്രമല്ലേ കഴിയൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ തലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമ്മളൊക്കെ പരിണിതപ്രജ്ഞരാണ്. നമ്മുടെയൊക്കെ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഗുരുദേവ കൃതികളെ ആഴത്തിൽ പഠിക്കുക. അത് അറിവുള്ള മഹാത്മാക്കളോട് ചോദിച്ച് മനസ്സിലാക്കുക. അതിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അതിനപ്പുറത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഗുരുപൂജ എന്ന് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇവിടെയാണ് ശ്രീനാരായണ ഗുരുദേവ ദർശനം. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഐഹികത്തിൽ നമുക്ക് ഒരു വ്യക്തമായ ജീവിതക്രമം കാട്ടിത്തന്നു. തൻ്റെ ജീവിതത്തിലൂടെ ചെയ്യേണ്ടതിന്നത്, ചെയ്യരുതാത്തതിന്നത്, അങ്ങനെ അരുതുകളുടെ അതിർവരമ്പും എല്ലാം നിശ്ചയിച്ച് ഒരു വ്യക്തിയുടെ സാമാന്യ ജീവിതത്തിൽ അവന് വേണ്ട എല്ലാ മാർഗ നിർദ്ദേശവും ഗുരു തൻ്റെ ജീവിതത്തിലൂടെ, തൻ്റെ ഉപദേശത്തിലൂടെ ശിഷ്യന്മാരെ പ്രതീകമാക്കിക്കൊണ്ട് ഒക്കെ നമുക്ക് കാട്ടിത്തന്നു. ആ ജീവിതക്രമം തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ടതും അതിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടതും. അതിനുവേണ്ടി നാളെ ചതയദിനം നമ്മൾ ആചരിക്കുകയാണ്. ഈ ചതയദിനത്തിൽ മുഴുവൻ സനാതന ധർമ്മവിശ്വാസികളിലും ഈ ഗുരു ദർശനത്തിൻ്റെ സന്ദേശം എത്തിക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവരിലും ഈ ധർമ്മ സന്ദേശം എത്തിക്കുവാൻ എല്ലാ സനാതന ധർമ്മവിശ്വാസികളും തങ്ങളാൽ കഴിയുന്ന തലത്തിൽ ശ്രമിക്കേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും സാദര നമസ്കാരം.